കാണാമോ? വാ അങ്ങനെ ഗൈസ് നമ്മളിതാ ലേയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് വരുന്നത് സർച്ചു എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് കേട്ടോ. അവിടത്തേക്ക് പോകാനായിട്ട് ഇനി 142 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഏകദേശം 382 കിലോമീറ്റർ എന്തോ ആണ് ഇവിടെ നിന്ന് ലേയിലേക്ക് ഒറ്റ സ്ട്രെച്ച് പോകാനാണെങ്കിലുള്ളത്. അപ്പോൾ നമ്മൾ സർച്ചുവിൽ സ്റ്റോപ്പ് എടുത്തിട്ടായിരിക്കും പോകാനായിട്ട് നോക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ 2 ഫ്രണ്ട്സും നമ്മുടെ 3 ഫ്രണ്ട്സും 2 ബൈക്കും മുന്നിൽ പോയിട്ടുണ്ട്. ഞാനിതാ പിന്നിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ തവണ ഞാനിവിടെ വന്ന സമയത്തൊക്കെ കംപ്ലീറ്റ് സ്നോ കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു. നമ്മൾ പോവാൻ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി. നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാതെ, അതായത് അത്രയ്ക്ക് അൺസഹിക്കബിൾ തണുപ്പായിരുന്നു. -15 ഡിഗ്രിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ പകുതി വരെ പോയിട്ട് തിരിച്ചു വരേണ്ടി ചെയ്തത്. അതുകൊണ്ട് ഇത്തവണ എന്തായാലും ഫുള്ള് കവർ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ ഇത് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓഫ് റോഡൊക്കെ കാണുമ്പോൾ നമുക്ക് സ്പിതി ഓർമ്മ വരും. സ്പിതി പോയിട്ട് വന്ന ആൾക്കാർക്ക് ഇതൊന്നും അത്ര വലിയ പ്രശ്നമുള്ള കേസൊന്നുമല്ല. ബട്ട് സംടൈംസ് ചിലതൊക്കെ പ്രശ്നമാണ്. എന്തായാലും കൊള്ളാം, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. തണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അത് ഇവിടെ നിന്ന് 21 കിലോമീറ്ററാണ്. ഓരോ സ്ഥലപ്പേരൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞ പോലെ നല്ല രസമാണ് ഇവിടുത്തെ ഇതൊക്കെ കേൾക്കാനായിട്ട്. പിന്നെ നമ്മുടെ BROയുടെ ഡയലോഗൊക്കെ. BRO എന്ന് പറഞ്ഞത് വലിയൊരു സെറ്റപ്പാണ്. എനിക്കൊരു ബഹുമാനം തോന്നുന്നൊരു ടീമാണ് ഈ ഒരു BRO, ബോർഡർ സെക്യൂരിറ്റി, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ടീം. അവർ ഇവിടെ എടുക്കുന്ന എഫേർട്ട് ഒട്ടും ചെറുതല്ല. ഭയങ്കര റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. അതായത് നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ഡയലോഗ് അങ്ങനെ തന്നെയാണ്. അതായത് മലകൾ നമ്മൾ തുറക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഹൃദയങ്ങൾ കണക്ട് ചെയ്യുന്നു. എത്ര സുന്ദരമാണ് ഈ പ്രകൃതി. നമ്മൾ കാഴ്ചകൾ കണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ വിൽ വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, ഈ റോഡ് വഴിയൊക്കെയുള്ള യാത്ര ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ഫീലാണ്. ഇപ്പം നമ്മൾ മണാലിയിൽ ഇന്ന സമയത്ത് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പം വേർക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ചൂടായിരുന്നു. നമ്മൾ ആ കമ്പിളിയൊക്കെ പുറത്ത് കിടന്നപ്പോൾ നല്ല രീതിക്ക് ഞാൻ വേർത്തായിരുന്നു. കാരണം അവിടെ ഒരു 24 ഡിഗ്രി വരെയൊക്കെ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മണാലിയിൽ നിന്ന് ലേയിലേക്ക് പോകുമ്പോഴും വലിയ ടെമ്പറേച്ചർ വ്യത്യാസമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കിവിടെ എത്തിയപ്പോൾ തണുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു ബേസ് ലൈനറും ഒരു തെർമൽ ലൈനറൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്കിപ്പോൾ ചെറിയ രീതിയിലുള്ള തണുപ്പ് എൻ്റെ ഒരു ഈ ഒരു നഖത്തിൻ്റെ ഇടയിലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ അതിരാവിലെ എണീറ്റ് ഒരു 6 മണിക്ക് മുന്നേ റൈഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ബട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അത് അല്ലെങ്കിലും അങ്ങനെയാണ്. 2-3 പേരൊക്കെ ആകുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് ഒരേ സമയത്ത് ഇങ്ങനെ റെഡിയായി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്നൊരു കേസാണ്. പെൺകുട്ടികളെ പോലെയാണ്. നമ്മൾ റൈഡിങ് ഗേഴ്സൊക്കെ ഇട്ട് ഒരുങ്ങിയൊക്കെ വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. വാവ്, എന്ത് ഭംഗിയല്ലേ. ലേയിലേക്ക് പോകുന്നതിന് മുന്നേ ലാസ്റ്റ് പെട്രോൾ പമ്പ് മണാലിയിലാണുള്ളതെന്നാണ് എൻ്റെ അടുത്ത് 1-2 പേര് പറഞ്ഞത്. പക്ഷേ മണാലി കഴിഞ്ഞിട്ട് തണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തും ഇവിടെ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് സിസുവിലേക്ക് പോകാനായിട്ട് എനിക്ക് തോന്നുന്നു 70-something കിലോമീറ്ററും. അങ്ങനെ നമ്മൾ അടുത്ത ടൗണായ കിലോങ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. ഇനി ഇവിടെ നിന്ന് സർച്ചിലേക്ക് 108 കിലോമീറ്റർ. ഓരോ ഗ്രാമങ്ങൾ വരുമ്പോൾ അല്ലേ ഓരോരോ പ്രത്യേക ഭംഗിയാണ് നമുക്ക് കാണാനായിട്ട്. നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് ഓരോ ഗ്രാമങ്ങൾ ഈ ഒരു റൂട്ടിലേക്ക് കാണുമ്പോൾ. കിലോങ്ങിലും കാണാം നമുക്കൊരു പെട്രോൾ പമ്പ്. അങ്ങനെ നമ്മൾ ജിസ്പ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. കഴിഞ്ഞ വട്ടം വന്ന ആ ഒരു സ്ഥലം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. ഈ സെയിം സ്ഥലത്ത് തന്നെയാണ് കഴിഞ്ഞ വട്ടം വന്നത്. അതെന്ന് പറഞ്ഞാൽ ഫുള്ള് മഞ്ഞ് മൂടി കിടന്നൊരു സമയമായിരുന്നു കേട്ടോ. അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. നമ്മൾ റൂമിന് വേണ്ടി പല സ്ഥലത്തും ഓടിയതും ലാസ്റ്റ് ഒരു റൂം കിട്ടിയതും അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസാണ്. ജിസ്പയിൽ എവിടെ നോക്കിയാലും കംപ്ലീറ്റ് ക്യാമ്പിംഗ് സെറ്റപ്പുകൾ മാത്രമേ ഉള്ളൂ. റൂംസുകളും ക്യാമ്പിംഗ് സെറ്റപ്പുകളും എല്ലാ സൈഡിലും, 2 സൈഡിലും 3 സൈഡിലും മേളിലും താഴെ എല്ലായിടത്തും അത് തന്നെ ഉള്ളൂ. പലയിടത്തും പല റേറ്റിനായിരിക്കും ഇവർ കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ഒരുപാട് റേറ്റ് കമ്മിയായിട്ട് നമുക്ക് കിട്ടും. ഓൺ സീസൺ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പോലും റൂം ഉണ്ടാവില്ല. പെർ നൈറ്റ് 2500-3000 വരെയൊക്കെ നമുക്ക് ചെറിയൊരു സെറ്റപ്പിനൊക്കെ കൊടുക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ വന്ന് തണുപ്പടിച്ച് ഞാനും വർഷാദും കിടന്ന റൂം അതാണ് കേട്ടോ. തോന്നുന്നതല്ല, ഇത് തന്നെയാണ് സംഗതി. ഒരൊറ്റ രാത്രി കിടക്കാനായിട്ട് 2000 രൂപയാണ് ഈ ഒരു റൂമിൽ നമ്മൾ കൊടുത്തത്. സ്റ്റിൽ നമ്മുടെ സ്റ്റിക്കറൊക്കെ അവിടെ ഉണ്ടാവും, ആ ഒരു ലോഡ്ജിലുണ്ടാവും കേട്ടോ. കണ്ടതിൽ ഒരുപാട് സന്തോഷം.
तुम एक मुसाफिर हो तू कैसे हो अनजाने तुम एक मुसाफिर हो तू कैसे हो अनजाने. അങ്ങനെ നമ്മൾ അടുത്തൊരു ചെക്ക് പോസ്റ്റ് എത്തി കേട്ടോ. ഇവിടെ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയാൽ ഷിങ്കുല, പദം, കാർഗിലൊക്കെ പോകാൻ പറ്റും. നമുക്ക് റൈറ്റിൽ പോയാലാണ് സർച്ചു, ലേ ഇങ്ങനെയൊക്കെ വരാൻ പറ്റും കേട്ടോ. നമുക്കിങ്ങനെ കറങ്ങി ഈ റൂട്ട് വഴി നമുക്ക് കാർഗിൽ വഴി നമുക്ക് റിട്ടേൺ വരാൻ പറ്റും. അടിപൊളി റൂട്ടാണ് കേട്ടോ. അങ്ങോട്ട് നോക്ക്, ഹിമാലയൻ മലനിരകൾ മഞ്ഞണിഞ്ഞ് കിടക്കുന്നത്. കുറച്ച് മഞ്ഞ് മാത്രമേ ഉള്ളൂ കേട്ടോ. വാവ്, റോഡ് തീർന്ന ഭയങ്കര രസം കേട്ടോ ഇതുവഴി വണ്ടി ഓടിക്കാനായിട്ട്. അങ്ങനെ പാറ്റീസോ എന്ന് പറഞ്ഞൊരു സ്ഥലം എത്തി കേട്ടോ. ഇവിടുത്തെ രണ്ടാമത്തെ ബേസ് ക്യാമ്പ് എന്തോ ആണ് ഈ കാണുന്നത്. കഴിഞ്ഞ തവണ ഈ ഒരു ബേസ് ക്യാമ്പൊക്കെ ഇങ്ങനെ മൂടി കിടക്കുന്നത് എൻ്റെ ഓർമ്മയിൽ വീണ്ടും വരുന്നു ഗൈസ്. വാവ്, സെറ്റപ്പാണ് കേട്ടോ, അടിപൊളി. ഈ കാണുന്നതാണ് സൂരജ് താൽ ലേക്ക് കേട്ടോ. സൂപ്പർ, വാവ്. അമ്മേ, എന്ത് ഭംഗിയാണ് നോക്ക്. ഇത്രയും ദൂരെ യാത്ര ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പം ഒരിക്കലും നമുക്ക് ഒരു മടുപ്പായിട്ട് ഫീൽ ചെയ്യൂല. വീണ്ടും വരാനേ നമുക്ക് തോന്നത്തുള്ളൂ. ഓ, അങ്ങൊക്കെ നോക്കും മഞ്ഞ് കൊള്ളാം. സർച്ച് എത്താനായിട്ട് ഒരു 52 കിലോമീറ്റർ മുന്നേ നമുക്ക് നല്ലൊരു ഓഫ് റോഡ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ സ്പിതിയിൽ പോയിട്ട് വന്നതുകൊണ്ട് ഇതൊന്നും അത്ര വലിയ ടാസ്ക്കായിട്ട് തോന്നുന്നില്ല. ബട്ട് സംഭവം ഇത് ചെറിയൊരു ടാസ്ക് കൂടിയാണ്. കൊള്ളാം എന്തായാലും. വാവ്, എഗെയിൻ നമ്മൾ വീണ്ടും ഒരു വാലിയിലെത്തിയിരിക്കുകയാണ്. 2-3 മലയൊക്കെ ഇറങ്ങി കയറി അടുത്തൊരു വാലിയിലെത്തി. വാവ്, സൂപ്പർ. ഇവിടെയൊക്കെ മഞ്ഞിങ്ങനെ നിറഞ്ഞു കിടക്കണമെന്ന് ആലോചിക്കാൻ എന്ത് സെറ്റപ്പ് ആയിരിക്കും അല്ലേ. വാ, മണ്ണിലോ താരകം മിന്നിലോ. ഫോട്ടോയിലും വീഡിയോയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ആ ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ സർച്ചുവിലേക്ക് പോകുന്ന വഴിക്ക് ഉള്ളൊരു വഴിയാണ് കേട്ടോ. ഇതാ നോക്ക്, നല്ല വിശാലമായ റോഡിന് ചെറിയ ഇങ്ങനെ ഹമ്പൊക്കെ ഉണ്ട്. ബട്ട് എന്നിരുന്നാലും നല്ല സ്ട്രെയിറ്റ് റോഡ്. ഓ, നല്ല രസമുണ്ട് കേട്ടോ. കുറേ ദൂരം റോഡൊക്കെ മോശമാണ്, ഫുള്ള് പൊളിഞ്ഞ കിടക്കാണ്. ബട്ട് എന്നിരുന്നാലും കിട്ടുന്ന നല്ല റോഡുകൾ നല്ല രസമുള്ളതായി. ഒമ്പോ സർച്ച് എത്തുന്നതിന് മുന്നേ ഇവിടെ ഒരു മിലിറ്ററി ക്യാമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ നമ്മുടെ ഈ റൈഡേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോഴാണെന്ന് തോന്നുന്നു ചാർലി ഇവരെ കൂടെ ഉണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിന്നത് ഈ ഒരു സ്ഥലത്താണെന്ന് തോന്നുന്നു. എന്തായാലും ഈ റൂട്ടൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാമെന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി അമേസിങ്. ഈ റോഡൊന്നും നിങ്ങളെ കാണിച്ചെന്നില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം അല്ലേ. ഇതാ നോക്കും വെച്ചാമാരെ, ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദിസ് വേൾഡ്. ഓ മൈ ഗാഡ്, എക്സൈറ്റ്മെൻറ്റ് കാരണം എണീറ്റ് നിന്നാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. ഓ, കുറച്ച് നേരം നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായി. പക്ഷേ ഈ റോഡൊക്കെ കാണുമ്പോൾ ഉറക്കക്ഷീണമില്ല. നമ്മളങ്ങനെ ജമ്മു കാശ്മീരിലേക്ക് കടന്നിരിക്കുകയാണ്. ദ വേ ടു ലേ. ഓ മൈ ഗാഡ്, നമുക്ക് ഈ റോഡ് ഇങ്ങനെ കറങ്ങി ആ മല കയറി ആ റൂട്ട് വഴി വരണം കേട്ടോ. അടിപൊളി. ഇതുവഴി വരുമ്പോൾ റൈഡേഴ്സ് നമ്മളെ സ്വീകരിക്കുന്നൊരു ഇതുണ്ട് കേട്ടോ. നമ്മളെ കൈയെടുത്ത് കാണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. അത് വേറെ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് കയറിയ സമയത്തൊക്കെ പോലീസ്, ഇവിടുത്തെ പട്ടാളക്കാരൊക്കെ നമ്മളടുത്ത് സാർ, കം സാർ, ആജി സാർ, അങ്ങനെ സാറിന് ബഹുമാനത്തോടു കൂടി നമ്മളെയൊക്കെ വിളിക്കുന്നു. അവർക്കറിയാം നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വളരെ നിസ്സാരപ്പെട്ട അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത്. നേരത്തെ നമ്മളൊരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേര് ബ്രാൻഡി ബ്രിഡ്ജ്. ഇത് കാണുന്നത് വിസ്കി ബ്രിഡ്ജ്. കൊള്ളാം, ഓരോ സാധനങ്ങളുടെ പേരിട്ടൊക്കെയാണ് കേട്ടോ ഇതിനൊക്കെ. കൊള്ളാം കേട്ടോ.
ബ്രാൻഡി ബ്രിഡ്ജ് ആൻഡ് വിസ്കി ബ്രിഡ്ജ്. എന്തുകൊണ്ടായിരിക്കും അവർ ഈ ഒരു പേരിട്ടത് ഇതിന്? പ്രോജക്റ്റ് ഹിമാനക്. നമ്മളിപ്പോൾ പങ്കെന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ പോകുന്ന വഴിക്ക് ഇവിടെ ഇങ്ങനെ ഘാട്ടാ ലൂപ്സ് എന്നും പറഞ്ഞിട്ട് കുറേ അധികം ഹെയർ പിന്നുകളുണ്ട് കേട്ടോ. കുറേ അധികം ഹെയർ പിന്നുകളുണ്ട് കേട്ടോ. ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 7, 8, 10, 12 എണ്ണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എത്ര കറങ്ങിയാലും തീരുന്നില്ല. അതോ ഇങ്ങനെ കറങ്ങി അങ്ങ് മേളിൽ വരെ പോകണം കേട്ടോ. അതിനെ ഘാട്ടാ ലൂപ്സ് എന്നാണ് പറയുന്നത്. കൊള്ളാം, സെറ്റപ്പ് തന്നെ. മച്ചന്മാരെ, ലെഫ്റ്റ് സൈഡ് നോക്കി വണ്ടി ഓട്ടിക്കണമെന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ ഇല്ലേ, കാലിൽ നിന്നൊക്കെ ഒരു പെരുപ്പ് കയറി വരിക. കാലിങ്ങനെ പെരുത്ത് കയറി വരുന്നു. കാരണം അത്രയും ഉയരത്തിലാണ് നമ്മളിപ്പം ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ അമ്മോ, ഇതുവഴിയൊക്കെ വലിയ ട്രക്കൊക്കെ ഓട്ടിക്കുന്നവരുടെ അവരെ വേണം സമ്മതിക്കാനായിട്ട്. ഇതാ നോക്ക്, എൻ്റെ അങ്ങനെ ലൂപ്പ് ഏകദേശം കഴിഞ്ഞു എന്ന് തോന്നുന്നു. വണ്ടി ഒരു വലിയ കുഴിയിൽ വീണ് ഇങ്ങനെ ജമ്പ് ചെയ്ത് മാറി കേട്ടോ. ഞാൻ പേടിച്ചു പോയി. അതായത് ഹിമാലയൻ അല്ലാത്ത വേറെ ഏതെങ്കിലും നോർമൽ ചെറിയ വീലുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇടിച്ച് വീണനെ. ഇത്രയും ലോഡ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി കുഴിയിൽ വീണപ്പോൾ ഫ്രണ്ട് കൊണ്ട് പൊന്തി ലെഫ്റ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് പോയി. പക്ഷേ എന്തോ ഭാഗ്യത്തിന് വീണില്ല, രക്ഷപ്പെട്ട്. അയ്യോ, ഇങ്ങനെ ഈ റോഡുകളിൽ ചിലത് നല്ല നീറ്റായിരിക്കും, പെട്ടെന്നൊരു കുഴി ഉണ്ടാവും. അങ്ങനെ സംഭവിച്ചതാണ് കേട്ടോ. ഗൈസ്, ഞാൻ പറഞ്ഞില്ല ആ ഒരു റിസ്ക് ഫാക്ടർ നിങ്ങൾ കണ്ടോ? ഒരു ലോറി മറിഞ്ഞ് താഴെ കിടക്കുന്നു. അത് ഉപേക്ഷിച്ചെന്ന് തോന്നുന്നു. ഇനി അത് എടുക്കാനൊന്നും ആരും വരത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ കല്ലൊക്കെ കയറ്റി കൊണ്ടുപോയ ലോറിയാണ്. മറിഞ്ഞ് താഴെ കിടക്കുന്നു. എൻ്റെ വണ്ടി ഫസ്റ്റ് ഇട്ട് എടുക്കുമ്പോൾ ഇപ്പം വണ്ടി കയറുന്നില്ല. ഫുള്ള് ചെറുക്കനാകെ ടയേർഡായി. സാരമില്ലടാ, നിന്നെ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഫുള്ള് ഞാൻ ഫ്രഷ് ആക്കും. ഗൈസ്, ഇനി നമ്മളെ ലൊക്കേഷൻ എത്താനായിട്ട് 24 കിലോമീറ്റർ മാത്രം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 5 കിലോമീറ്റർ ആയിട്ട് ഇങ്ങനത്തെ റോഡിൽ കൂടിയാണ് നമ്മൾ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുള്ള് മറ്റേ മെറ്റിൽ ഇങ്ങനെ പാകിയൊക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ ബൈക്ക് ത്രോട്ടിൽ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ വീലിങ്ങനെ സ്പിന്നായി പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ വേണ്ട ട്രാക്ഷൻ ഇവിടെ കിട്ടുന്നില്ല. യെസ്, കുറച്ച് റോഡ് വന്നു. അതുകൊണ്ട് വണ്ടി ഇങ്ങനെ കറങ്ങിയാണ് പൊയ്ക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ അത്രയും റിസ്ക്കും അത്രയും എഫേർട്ടും എടുത്തിട്ടാണ് ഈ റൈഡൊക്കെ ചെയ്യുന്നത്. അയ്യോ, ഞാൻ മാത്രമല്ല ഈ ഒരു റൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു ലേ ലഡാക്ക്, കർത്തുങ്ല, ഉംലിംഗ്ല, അങ്ങനെ സ്പിതി എല്ലാം പോകുന്ന ആൾക്കാരെ ഞാൻ വണങ്ങി തൊഴുവാണ്. കാരണം അത്ര എഫേർട്ട് അവർ എടുക്കുന്നുണ്ട്. അത്രത്തോളം ഞാൻ അവരെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു. ഈ ഒരു വളവ്, ഈ ഒരു ടേൺ ഇറങ്ങി ഇങ്ങോട്ട് വന്ന് കണ്ടപ്പോൾ കാഴ്ച ഇതാണ് കേട്ടോ. വേറെ ഏതോ ഒരു ഗ്രഹത്തിലൂടെ നമ്മൾ ബൈക്ക് ഓട്ടിക്കുന്നത് പോലെ, അല്ല മാഴ്സോ ജൂപ്പിറ്ററോ അങ്ങനെ എന്തോ ഒരു വല്ലാത്ത ജാതി സാധനം പോലെ അല്ലേ. നോക്ക്, നമ്മളൊരു ഹോളിവുഡ് സിനിമയ്ക്കൊക്കെ ഒരു സെറ്റ് ഇട്ടതുപോലത്തെ, ഒരു ഏലിയൻ മൂവിക്കൊക്കെ പറ്റിയൊരു സെറ്റ് പോലത്തെ ഒരു ആംബിയൻസ്. അങ്ങനെ ഗൈസ്, നമ്മൾ ഇത്രയും നേരം വണ്ടി ഓടിച്ച് പല ടെറൈനിലൂടെയും പലതും സഹിച്ച് ഇപ്പോൾ പങ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലെത്തിയട്ടാ. ഇന്ന് ഇവിടെ സ്റ്റേ എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സമയം 5:15 ആയിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് നാളെ ഏർലി മോർണിംഗ് രാവിലെ തന്നെ ലേ പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അയ്യോ, ഈ ഗ്രാമത്തിലൂടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. നമുക്ക് നോക്കിയിട്ട് എന്താണെന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് അത് ചെയ്യാവേ ഗൈസ്. അങ്ങനെ നമ്മൾ പങ്ങിലെത്തിയിട്ട് സ്റ്റേ എടുക്കാൻ വേണ്ടി റൂം നോക്കിയാണ്. ഇതാണ് റൂം. चाचा 1000 चार आदमी. ഇത് ആദ്യത്തെ എടുക്കാം. ഓക്കെ ചാച്ച, ഓക്കെ. थक गया. ये कौन आया? We are from Kerala and we love you and your food and vibe. लड़की आया. ठीक है, मुश्किल नहीं, हम भी लिखेगा. ठीक है.